നിങ്ങൾ ഈ കാണുന്നത് ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് ഇട്ട് നിൽക്കുന്ന എന്റെ അനിയത്തിയാണ്. അതും തേച്ചിട്ട് എനിക്ക് ഇട്ടരാന്നും പറഞ്ഞ് എന്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത് ഇരിപ്പാണ് ഈ കാണുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് മൂക്കിലും കവിളിലും അതേപോലെ തന്നെ താടിയിലും മാത്രം മതി, ഓവറായിട്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് മൂക്കിലും അതേപോലെ തന്നെ കവിളിലും താടിയിലും അവൾ ഇങ്ങനെ തേച്ചോണ്ടിരിക്കുകയാണ്. ഞാനിത് കഴിഞ്ഞ ദിവസം തേച്ചതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത്രയും മതി എന്ന് പറഞ്ഞത്. അവളുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് വെച്ച് നിന്നു കൊടുത്തതായിരുന്നു. അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ. നമുക്ക് ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സിനും വൈറ്റ് ഹെഡ്സിനും ഒക്കെ റിമൂവ് ചെയ്യാനും അതേപോലെ തന്നെ കൊച്ചു കൊച്ചു രോമങ്ങളൊക്കെ കളയാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ഫേസിനെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇതിന് മുമ്പ് ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിതേ ഇത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് നേരത്തിന് ശേഷം ഇത് ഉണങ്ങിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഇത് വലിച്ച് പറിക്കാൻ നോക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ് പറിച്ചെടുക്കാറ്. നിങ്ങളും ഇങ്ങനെ വലിച്ചാണോ പറിച്ചെടുക്കുന്നത്? ഇങ്ങനെ വലിച്ചു പറിക്കുന്നത് നല്ലതാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഇനി എന്റെ പറക്കൽ കഴിഞ്ഞു, അടുത്തതായിരുന്നു ടാസ്ക്. അവളാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ തേച്ചിട്ടിട്ടുള്ളതുകൊണ്ട് വലിച്ചെടുക്കാൻ വേണ്ടി നല്ല പാട് കിട്ടു. കുറെ നേരം ഞങ്ങൾ പരിശ്രമിച്ചു, അവള് കുറച്ചു നേരം മതി മതി എന്ന് പറഞ്ഞ് ഇരുന്ന്. അങ്ങനെ ഇത് പറിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് കഷ്ടപ്പെട്ട് കുറെ നേരത്തെ പരിശ്രമങ്ങൾക്ക് ഒടുവിൽ ഇത് പറിച്ചു ഗൈസ്. എന്താണേലും നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഫേസിൽ നന്നായി ഒന്ന് ബ്രൈറ്റ് ആക്കാനും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നല്ല രീതിയിൽ പോയി. നല്ല സോഫ്റ്റ് ആയിരുന്നു ഫേസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് കിടന്നുറങ്ങിയാൽ മതി. കിടക്കാൻ നേരത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.